സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. ഒന്നാമത്തെ സ്വലാത്ത് നമ്മളെ വിഷമങ്ങൾ മാറാനാണ്. 4600 കിലോമീറ്ററുകൾക്കപ്പുറത്തും ദിവസം കൊള്ളുന്ന നമ്മളെ ചങ്കില ചോരയായ കരന്റെ കഷ്ണമായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് 3 സ്വലാത്ത് ചൊല്ലുകയാണ്. ഒന്നാമത്തെ സ്വലാത്ത് എന്തിനാണെന്നറിയോ? ദുനിയാവിൽ അല്ലാഹു നമുക്ക് തന്ന സങ്കടങ്ങൾ മാറാൻ. രണ്ടാമത്തെ സ്വലാത്ത് നമ്മൾക്ക് അല്ലാഹു എന്തൊക്കെ രോഗം അല്ലാഹു തന്നിട്ടുണ്ടോ ആ രോഗങ്ങൾ മാറാൻ. മൂന്നാമത്തെ സ്വലാത്ത് മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിന്റെ പച്ചക്കുപ്പ നേരിട്ട് കണ്ടുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആ പച്ചക്കുപ്പ നോക്കിയിട്ട് ഇങ്ങനെ പറയണം, ദുനിയാവിന്റെ സ്വർഗ്ഗം മദീനയാണ്, ആ മദീന കാണാതെ ഞങ്ങളെ റൂഹിനെ പിടിക്കല്ലേ. 3 സ്വലാത്ത് ചൊല്ലുകയാണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലമു തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي وعلى آله قدره ومقداره العظيم. الله قبولاക്കട്ടെ. ആ അടിമ ഓർത്ത് മാറിക്കേ, ഇങ്ങോട്ട് പോന്നെ. الحمد لله رب العالمين انعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافينا ويكافي مزيدا. اللهم ارسل وبلغ مثل ثواب ما قرأناه وما صلينا وما سلمنا وهذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مكانا محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وحوردنا حول المورود. أرحم الراحمين يا رب. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണമല്ലാ. അല്ലാഹ് പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ 4600 കിലോമീറ്ററുകൾക്കപ്പുറത്തും ദിവസം കൊള്ളുന്ന ഞങ്ങളെ ചങ്കില ചോരയായ കടലിന്റെ കഠിനമായ ഹബീബായ മുത്തുനബിന്റെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ആ ഹബീബിന്റെ തണല് ഞങ്ങളെ സദസ്സിൽ നൽകണം അല്ലാഹ്. ആ ഹബീബിന്റെ ബറക്കത്ത് ഞങ്ങളെ സദസ്സിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളെ ബറക്കത്ത് ഞങ്ങളെ സദസ്സിൽ നൽകണം അല്ലാഹ്. ഉമർ തങ്ങളെ ബറക്കത്ത് ഞങ്ങളെ സദസ്സിൽ നൽകണം അല്ലാഹ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. അലിയാർ തങ്ങളെ ബറക്കത്ത് ഞങ്ങളെ സദസ്സിൽ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരാണ്, വിഷമങ്ങൾ ഉള്ളവരാണ്. എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ. ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണമല്ല. ഒരുപാട് പേര് വാടക താമസിക്കുന്നുണ്ട്, ആ വാടക വീട് വിലക്ക് വാങ്ങാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽപ്പെട്ട പലരും കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാ. ഞങ്ങളെ ആധാരങ്ങള് ബാങ്കിലാ, ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങള് ബാങ്കിലാണ്.
അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് റബ്ബേ. അല്ലാഹുവേ, ബാങ്കുകാർ വന്ന് പ്രയാസങ്ങൾ വരുത്തുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ പെട്ട പലരും രോഗികളാണ്. അല്ലാഹ് രോഗങ്ങളെ ശിഫയാക്കണം. അല്ലാഹ് ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിൽ മുഴ വന്നവരുണ്ട്, മുടിക്കൊഴിയുന്നവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിന് തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട് റബ്ബേ. വായില് ക്യാൻസർ ഉള്ളവരുണ്ട്, സംസാരം നിലച്ചു പോയവരുണ്ട്, അല്ലാഹുവേ തൊണ്ട വേദനിക്കുന്നവരുണ്ട്, തൊണ്ടയില് മുഴയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നിയിലെ കല്ലുള്ളവരുണ്ട്. അല്ലാ അല്ലാ അല്ലാ, ഒരുപാട് പേര് വൈറൽ ക്യാൻസർ വന്നവരുണ്ട്, ആമാശയത്തില് ക്യാൻസർ ഉള്ളവരുണ്ട്. അല്ലാഹുവേ, ഒരു 22 വയസ്സുള്ള ഒരു പെണ്ണുമോള് 7 മാസം പ്രായമുള്ള ഒരു പെണ്ണുമോൻ ഒക്കത്തെ വെച്ചിട്ട് 2 വയസ്സുള്ള പെണ്ണുമോളെ നടത്തിക്കൊണ്ട് വന്നിട്ട് പറയാണ്, അവിടുന്ന് ദ്വാരിക്കണം തങ്ങളെ, മരിക്കാൻ പേടിയാണ്, മരണത്തെ വല്ലാതെ ഞാൻ പേടിക്കുന്നു തങ്ങളെ. ഞാൻ പറഞ്ഞു, മരിക്കണ്ട മോളെ. എന്നോട് പറയാണ്, 4 ആഴ്ച വരെ കുഴപ്പമില്ലാതെ ജീവിച്ചതാണ്, എന്റെ പ്രശ്നത്തിന് മുഴ വന്നു, ഡോക്ടർ കാണിച്ചപ്പോ എനിക്ക് ക്യാൻസർ ആണ്, ഞാൻ മരിച്ചാൽ എന്റെ കണ്ണടയൂല തങ്ങളെ. അങ്ങനത്തെ രോഗം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഒരുപാട് പേര് കാമാശയത്തിലെ ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭപാത്രത്തിലെ ക്യാൻസർ